മലയാളികളുടെ കൈ പൊള്ളിച്ച് വിലക്കയറ്റം അതിരൂക്ഷമായി കുതിച്ചുയരുകയാണ്. തക്കാളി ഉൾപ്പെടെ വലിയ വില കൊടുത്താണ് വാങ്ങേണ്ടി വരുന്നത്. ഇഞ്ചിക്ക് കിലോയ്ക്ക് 200 രൂപയിലധികം വിലയുണ്ട്. സവാളയുടെ വിലയും 45 കടന്നു. ചുരുക്കി പറഞ്ഞാൽ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറി വാങ്ങിയാൽ തന്നെ പോക്കറ്റ് കീറുന്ന അവസ്ഥയാണ് മലയാളികൾക്ക്. എല്ലാ മാസവും പണപ്പെരുപ്പം അഥവാ നാണ്യപ്പെരുപ്പ സൂചികകൾ പുറത്തുവിടാറുണ്ട്. ചില്ലറ മൊത്ത വിലക്കയറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം പറയുന്നത് നാം ദിവസേന വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ചാണ്. അതറിയാതെ പോകുന്നതുകൊണ്ടാണ് നമ്മുടെ അടുത്ത കടയിൽ പച്ചക്കറി വില കൂടുമ്പോൾ നമ്മൾ നെഞ്ചത്ത് കൈവച്ചു പോകുന്നത്. ഇക്കുറി കടുത്ത ചൂടാണ് തുടക്കത്തിൽ വില്ലനായത്. പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവയുടെ വിതരണം ചൂട് ഗണ്യമായി കുറച്ചു. തുടർന്ന് ഭക്ഷ്യകയറ്റുമതി തടയാനുള്ള ശ്രമങ്ങളുണ്ടായി. എന്നാലും വിലയിൽ വലിയ സ്വാധീനം ചെലുത്താനായില്ല. പല ഭാഗങ്ങളിലും താപനില 4 ഡിഗ്രി സെൽഷ്യസിലധികം കൂടിയത് വലിയ തിരിച്ചടിയായി. ഇപ്പോൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മഴ തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലത്ത് പച്ചക്കറി വേഗം ചീഞ്ഞു പോകും. അതിനാൽ വിപണിയിലേക്കുള്ള വരവ് കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് കാരണമെന്നാണ് മൊത്ത വ്യാപാരികൾ പറയുന്നത്. മഴയും വെയിലും കീടങ്ങളുടെ ആക്രമണവുമൊക്കെ ഇപ്പോഴും കർഷകർക്ക് വെല്ലുവിളി ഉയർത്തുന്നതിനാൽ വിലക്കയറ്റം മാറ്റമില്ലാതെ തുടരുകയാണ്. മഴ നേരത്തെ വന്നെങ്കിലും കരുത്തു കുറഞ്ഞത് പച്ചക്കറി ഉൽപ്പാദനത്തെ ബാധിച്ചു. വേനൽ വിളകളുടെ നടീലിന് ജലലഭ്യത കുറഞ്ഞു. ഇതോടെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറി വരവ് കുറഞ്ഞത് മലയാളികളുടെ കുടുംബ ബജറ്റ് താളം തെറ്റിച്ചു. സബോള 40, കിഴങ്ങ് 45, 55, 70, ചെറുള്ളി 70 രൂപ, തക്കാളി 65 രൂപ, ബീൻസ് 120 രൂപ, പയർ 50 രൂപ, അവരയ്ക്ക 100 രൂപ, കൊത്തവരയ്ക്ക 50 രൂപ, ബീട്രൂട്ട് ഊട്ടി ബീട്രൂട്ട് 70 രൂപ, സാധാ ബീട്രൂട്ട് 60 രൂപ, മുരിങ്ങയ്ക്ക 160 രൂപ, പടവലങ്ങ 30 രൂപ, കുക്കുംബർ 30 ഉണ്ട്, SP കുക്കുംബർ 60 ഉണ്ട്, ചക്ക 60 രൂപ. എവിടെ ചിലവ് കുറയ്ക്കും, എങ്ങനെ വരവും ചിലവും കൂട്ടിമുട്ടിക്കുമെന്ന ആശങ്കയാണിപ്പോൾ ഓരോ കുടുംബങ്ങൾക്കുമുള്ളത്. വരവിൽ കാര്യമായ വർധനയില്ലാതെ എല്ലാ വഴിക്കും ചിലവ് വർദ്ധിക്കുമ്പോൾ നീക്കിയിരിപ്പിനും സമ്പാദ്യത്തിനും വഴികളില്ല എന്നതും ആശങ്കയാണ്. മാർക്കറ്റിലെ വില നിലവാരങ്ങളുടെ കണ്ണോടിക്കുമ്പോൾ തൊട്ടാൽ പൊള്ളുന്ന തക്കാളി മുതൽ തുടങ്ങുകയാണ് വിലക്കയറ്റം. ബീട്രൂട്ട്, ക്യാബേജ്, ഉരുളക്കിഴങ്ങ്, വെള്ളരി, ചേന എന്നിവയ്ക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. ബീൻസിനും പയറിനും ചെറിയ തോതിൽ വില കുറയുന്നുമുണ്ട്. ജൂലൈയോടെ മഴ ശക്തി പ്രാപിച്ചാൽ സംസ്ഥാനത്ത് വില ലഭ്യത കൂടാനും വില കുറയാനും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധാഭിപ്രായം. വില കൂടുതലാണ്, എന്നാലും വാങ്ങുന്നുണ്ട്. എന്നാലും പൊതുവെ വിപണിയിൽ കമ്മിയാണ് മാർക്കറ്റിംഗ്. എല്ലാ സാധനവും വില കൂടുതലല്ലേ. എല്ലാ സാധനവും കുറച്ച് വാങ്ങും. ഇപ്പോൾ 1 കിലോ വാങ്ങാതെ 1/2 കിലോ 1/4 കിലോ വാങ്ങും ആൾക്കാർ. വിപണിയിലിപ്പോൾ ആൾക്കാർ വരവ് കമ്മിയാണ്, വില കൂടുതലല്ലേ. എല്ലാ സാധനവും വില മാർക്കറ്റ് കുറവാണ് ആൾക്കാർ. എന്നാലും 1 കിലോ വാങ്ങാതെ 1/2 കിലോ 1/4 കിലോ ആൾക്കാർ വാങ്ങും. ആൾക്കാർ വരവും കമ്മിയാണ്. വെട്ടുമേണ്ട ഹോൾസെയിൽ കച്ചവടം കഴിഞ്ഞാൽ ചില്ലറ തിരക്ക് വളരെ കുറവാണ്. ചില്ലറ തിരക്കുകൾ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. എല്ലാ സാധനത്തിനും കുറച്ച് വില കൂടുതലാണ്. UTV ന്യൂസ്, പാലക്കാട്.